താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ ഉച്ചയ്ക്ക് 1 മണിവരെയാണ് വോട്ടെടുപ്പ്. വൈകിട്ട് 4-ന് ശേഷമാകും ഫലം പ്രഖ്യാപിക്കുക. അംഗങ്ങളെല്ലാവരും ചേർന്ന് മികച്ച നേതൃത്വത്തെ തെരഞ്ഞെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം നടൻ മോഹൻലാൽ പ്രതികരിച്ചു. ആരും സംഘടന വിട്ടുപോയിട്ടില്ല, എല്ലാവരും ചേർന്ന് ഏറ്റവും നല്ല ഭരണം കാഴ്ചവെക്കുമെന്നാണ് വിശ്വാസമെന്നും താരം പറഞ്ഞു. ഒന്നുമില്ല, എൻ്റെ ഇലക്ഷൻ്റെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു. ഞാൻ വോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു പോകണം. എനിക്ക് മദ്രാസിൽ പോകണം. നാളെ എനിക്ക് മദറിനെ ഒന്ന് കാണണം. പിന്നെ അത് കഴിഞ്ഞ് മദ്രാസിൽ പോകണം. ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്. അത് പിന്നെ എന്താണ്, നമ്മുടെ മെമ്പേഴ്സിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഒരു കമ്മിറ്റി വരും. അത് നല്ല രീതിയിൽ അമ്മ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് ആരും ഇതിൽ നിന്ന് വിട്ടൊന്നും പോയിട്ടില്ല, എല്ലാവരും ഇതിലുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റവും നല്ല ഒരു ഭരണം കാഴ്ചവെക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ സംഭവിക്കും. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് നിലവിൽ പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിവരെ സ്വകാര്യ ഹോട്ടലിലാണ് വോട്ടെടുപ്പ്. അതിനുശേഷം 4 മണിയോടുകൂടി ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, ഏവരും ഉറ്റുനോക്കുകയാണ് അമ്മയുടെ ഫലപ്രഖ്യാപനത്തിലേക്ക്. നിരവധി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഒറ്റക്കെട്ടായി നല്ല ഒരു ഭരണം കാഴ്ചവെക്കും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്നുള്ള പ്രതീക്ഷയാണ് മോഹൻലാൽ പങ്കുവയ്ക്കുന്നത്. എങ്ങനെ കാണാം? രോഹിണി, വോട്ടെടുപ്പ് തുടങ്ങി 1 മണിക്കൂർ പിന്നിട്ട് മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, വ്യക്തിപരമായ തർക്കങ്ങളും കേസുകളും ഒക്കെയായി കലുഷിതമായ ഒരു പ്രചാരണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. സംഘടനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉയർന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് മത്സരം. ഒപ്പം തന്നെ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും രവീന്ദ്രനും മത്സരിക്കുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല, ലക്ഷ്മിപ്രിയ, നാസർ ലത്തീഫ് തുടങ്ങിയ ആളുകളും മത്സരിക്കുന്നുണ്ട്. എന്തായാലും രോഹിണി പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കലുഷിതമായ അല്ലെങ്കിൽ ഒരു സംഘർഷഭരിതമെന്നൊക്കെ നമുക്ക് പറയാം, അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു കടന്നുപോയത്. അമ്മ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യം തന്നെയാണ് ഇത്തരത്തിലൊരു ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉയർന്ന ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. സ്ത്രീ ആയിരിക്കും തെരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ അത് അമ്മയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സംഭവം തന്നെയാകും. ഇതിനു മുൻപ് സ്ത്രീകൾ ആരും തന്നെ അമ്മയുടെ നേതൃത്വത്തിലേക്ക് വന്നിട്ടില്ല. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ താരങ്ങളെ പോലെ തന്നെ മറ്റുള്ളവരും ഉറ്റുനോക്കുകയാണ്. കാരണം എല്ലാവർക്കും അറിയാം, ഈ കുറേ ദിവസങ്ങളായി നടന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. മോഹൻലാലും സുരേഷ് ഗോപി അടക്കമുള്ള എല്ലാ ആളുകളും, സുരേഷ് ഗോപി എത്തിയിട്ടില്ല, സുരേഷ് ഗോപി അല്പസമയത്തിനകം എത്തും. മോഹൻലാൽ വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. മമ്മൂട്ടി ചെന്നൈയിലായതിനാൽ എത്താനിടയില്ല. എന്തായാലും വലിയ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിന് ശേഷമാണ് ഈ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിലേക്ക് 10 മണിയോടുകൂടി തന്നെ താരങ്ങൾ എല്ലാവരും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കുറെ അധികം താരങ്ങൾ വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഓരോരുത്തരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻലാൽ, ദേവൻ അടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്ത് മടങ്ങി. ഒറ്റക്കെട്ടായി സംഘടനയെ നയിക്കാനുള്ള ഒരു നേതൃത്വമായിരിക്കും മുന്നോട്ട് വരിക. എല്ലാ അംഗങ്ങളും ചേർന്ന് മികച്ച നേതൃത്വത്തെ തെരഞ്ഞെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. സംഘടന വിട്ട് ആരും പോയിട്ടില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഇതിലുണ്ട്. എല്ലാവരും ചേർന്ന് മികച്ച ഭരണം കാഴ്ചവെക്കുമെന്നാണ് വിശ്വാസമെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. തനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് എന്ന് ദേവൻ പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും ഈ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ തുടരുകയാണ്. രോഹിണി. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ ഉച്ചയ്ക്ക് 1 മണിവരെയാണ് വോട്ടെടുപ്പ്. വൈകിട്ട് 4-ന് ശേഷമാകും ഫലം പ്രഖ്യാപിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്.